കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ മരണത്തിൽ കണ്ണീരണിഞ്ഞ നാട്. രാവിലെ 10:30-ഓടെ തലയോലപ്പറമ്പിലെ വീട്ടിൽ സംസ്കാരം നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മൃതദേഹം 7:30-ഓടെ വീട്ടിലെത്തിക്കും. കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കളക്ടറുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധവും നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തും. അർജുൻ മട്ടന്നൂരും അലി അക്ബർ ഷായും സജോ ദേവസിയും ചേരുന്നു. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ, ഇന്നിപ്പോൾ ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളടക്കം രാവിലെ 10:30 കൂടി നടക്കുമല്ലേ തലയോലപ്പറമ്പിലെ വീട്ടിൽ? അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളിലേക്കും കടക്കുകയാണോ ബന്ധുക്കൾ? ശ്രുതി, 11 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ മൃതദേഹമുള്ളത് ഞാൻ നിൽക്കുന്ന മുട്ടുചിറ ഹോളി ഗോസ്റ്റ് മിഷൻ ആശുപത്രിയുടെ മോർച്ചറിയിലാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:30-ഓടെയാണ് മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് എത്തിച്ചത്. രാവിലെ ഏതാണ്ട് ഒരു 7:30-ഓട് കൂടി മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നേരിട്ട് തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നിലുള്ള വീട്ടിലേക്കായിരിക്കും എത്തിക്കുക. ആ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം പൊതുദർശനം നടത്തും. അതിനുശേഷം 11 മണിയോടുകൂടി വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, നിരവധി ആളുകളാണ് ആ വീട്ടിലേക്ക് ഈ മരണവാർത്ത അറിഞ്ഞ് എത്തിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷമായി ഈ തലയോലപ്പറമ്പിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബമാണ്. നിരവധി ആളുകളുമായി സൗഹൃദങ്ങളുണ്ട്, അത്തരം നിരവധി ആളുകളുമായി പരിചയമുണ്ട്. തലയോലപ്പറമ്പിലെ ഒരു പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് ബിന്ദു ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് അവിടെ നിന്ന് ലീവെടുത്ത് മകൾ നവമിക്കൊപ്പം ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരിയായി ഭർത്താവിനൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയതാണ്. അത്തരത്തിൽ അപ്രതീക്ഷിതമായൊരു ദുരന്തമാണ് കുടുംബത്തിനെ തേടി എത്തിയത്. ആ കുടുംബത്തിൽ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ബിന്ദുവിൻ്റെ അമ്മയായ സീതാലക്ഷ്മി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ ആളുകൾ ഈ സംഭവം അറിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇന്ന് മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെയില്ല. ഈ വീട്ടിൽ പൊതുദർശനം മാത്രമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. മാത്രവുമല്ല, ഇന്ന് നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് കൊച്ചിയിലുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ ഈ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുന്നതേയുള്ളൂ. അർജുന, ഈ മൃതദേഹം പുറത്തിറക്കുമ്പോൾ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? കാരണം നമുക്കറിയാം, വളരെ സെൻസിറ്റീവായൊരു കേസാണ് ഇപ്പോൾ സർക്കാരിനെതിരെയൊക്കെ ഉപയോഗിക്കാൻ പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? ഈ മോർച്ചറിക്ക് മുൻപിലൊക്കെ പോലീസ് വിന്യാസമൊക്കെ ഉണ്ടോ പ്രദേശത്ത്? വെങ്കടേഷ്, ഇവിടെ അത്തരമൊരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. ഇന്നലെ രാത്രി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, മൃതദേഹം ഇവിടെ ഈ മോർച്ചറിയിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ തന്നെ ഈ പ്രദേശത്തെ CPM നേതാക്കളും അതോടൊപ്പം തന്നെ CK ആശ MLA അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മറ്റൊരു പ്രതിഷേധത്തിലേക്കൊന്നും തന്നെ നാട്ടുകാർ നീങ്ങിയിട്ടില്ല. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലായിരിക്കും കൂടുതൽ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യതയുള്ളത്. എന്തായാലും ഈ മുട്ടുചിറ ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അകലെയാണ് തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നിലുള്ള ബിന്ദുവിൻ്റെ വീട്. ഈ മേഖലയിലൊന്നും തന്നെ ഇന്നലെ കാര്യമായൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിട്ടില്ല. പക്ഷേ ഇന്നലെ പ്രതിഷേധം ഉണ്ടായത് പ്രധാനമായും കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അത്തരമൊരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു 7:30-ഓടുകൂടി, ഇനിയിപ്പോൾ 7 മണിക്ക് ശേഷം അധികൃതർ എത്തി ഈ മൃതദേഹം ഡ്രസ്സിങ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. ഏതാണ്ട് 7:45-7:45 മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം 8 മണിയോടുകൂടിയെങ്കിലും ഈ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനുശേഷം 11 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ ഒരു ചെറിയ വീടാണ്, ഒരു സിമൻറ്റ് പോലും തേക്കാത്ത 2 മുറികൾ മാത്രമുള്ള ഒരു ചെറിയ വീടാണ് ബിന്ദു. അവർ 5 പേരടങ്ങുന്ന കുടുംബം കഴിഞ്ഞ കുറേ കാലമായി താമസിക്കുന്ന ആ വീടാണ്. ആ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭർത്താവ് വിശ്രുതൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. മകൾ നവമി ആന്ധ്രാപ്രദേശിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. മകൻ നവനീത് അടുത്തിടെയാണ് എറണാകുളത്ത് ഒരു ജോലിയിൽ പ്രവേശിച്ചത്. ഈ മകൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി മകളെ നവമിയെ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുവീട്ടിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ് മകൾ. മറ്റ് അടുത്ത ബന്ധുക്കളും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടക്കം നിരവധി പേരാണ് ഇന്നലെ അടക്കം ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്.